നമ്മളെ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദക്കൊന്നും തിന്നാണ്ട്, മര്യാദക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വിൽക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പരിച്ചു കൊണ്ടുവച്ചത് കാക്കൊക്കെ ഒരു കോരലിനെ ഉള്ളൂന്ന്. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്നൊരു രക്ഷിതാവ് പറയാ എന്നോട്, മോൻ ചോദിക്കുക ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പ്യ. 1 ലക്ഷം ഉറുപ്പ്യ ടൂർ പോയാൽ 1 ലക്ഷം ഉറുപ്പ്യ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാണ്? പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആഗോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. ഈടെന്ന് ഊഹം വെച്ചടിച്ച് വിടുന്ന. ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,37,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്യിക്കോ, ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് പറഞ്ഞ